പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കൈകൾ നെഞ്ചത്ത് വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം, അവിടുത്തെ ആകർഷണം, അവിടെ നിന്ന് നൽകിയ സ്നേഹത്തിൻ്റെ അവസരം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ദൈവവിളി, അതൊക്കെയാണ് ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത. ഈ നിമിഷത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥനാപൂർവമായിരിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ദൈവത്തോടുള്ള ഒരാരാധനയും ഉള്ളിലൊരു ആത്മാവിൽ ആത്മീയമായൊരു സന്തോഷമൊക്കെ ഉണ്ടാകണം. നിങ്ങൾ വന്നിരിക്കുന്നത് കുറേ അധികം ഭാരങ്ങളും ജീവിത ക്ലേശങ്ങളുമായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് അതൊന്നും മാറ്റി വെക്കുന്നത് നല്ലതാണ്. ആരാധനയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒരു പക്ഷേ ആരാധന കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. ആരാധനയ്ക്ക് നിങ്ങളുടെ അളഞ്ഞ മോന്ത ആവശ്യമില്ല. ആരാധന കഴിയുമ്പോൾ അത് ഉണ്ടാകത്തുമില്ല. അപ്പോൾ സന്തോഷത്തോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിമിഷങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതിന് നന്നാണ്. അത് ദൈവത്തോട് നന്ദി പറയണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ തൊടുന്നത്. ദൈവത്തെ തൊടുന്നത് വരെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കലാപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, പല ആധ്യാത്മിക ഗുരുക്കന്മാർ പോലും ഈ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങളെ സംസാരിക്കുന്നതിൻ്റെ കാരണം അവർ ഒരറിവിൻ്റെ തലത്തിലേക്ക് കർത്താവിനെ ബൗദ്ധികമായൊരു അന്വേഷണത്തിൻ്റെ വസ്തു എന്ന രീതിയിൽ ദൈവത്തെ ചുരുക്കുന്നത് കൊണ്ടാണ് അനന്തമായ അന്വേഷണം നീണ്ടുപോകുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, പിന്നെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അനുഭവം എന്തുമാത്രം സയൻറ്റിഫിക് ആക്കി എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷ വിഹിതമായ ആത്മീയ സരണികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ കയറി പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഉടമ്പടി പുതുക്കാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചാണ്. ഉടമ്പടി എടുക്കുന്നവരെ കുറിച്ചുള്ള ക്ലാസ്സുകളും മുകളിൽ സാധാരണ കിട്ടാറുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ ഒരു 500ാമത്തെ ക്ലാസ്സാണിത്. 500 സബ്ജക്റ്റായിരിക്കും. ഉടമ്പടി പുതുക്കുന്നവർ ദൈവത്തെ പുതുക്കുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ വളരുന്നു. ഈ വളർച്ചയുടെ വഴികൾ, പടവുകൾ
ബോധപൂർവമായൊരു അന്വേഷണം നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടാകുന്നിടത്ത് വെച്ചാണ് പുതിയ പുതിയ അനുഭവങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം നമ്മുടെ സ്പിരിച്വാലിറ്റി ഇൻറ്റൻഷൻ ബേസ്ഡായി പോകും. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രാർത്ഥനാർത്ഥി അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് നിയോഗങ്ങളുള്ള ദൈവദൃശ്യനെ കുറച്ച് നിയോഗങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേ വരത്തുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ വേണ്ടി ദൈവദൃശ്യനിധിയിൽ ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവദൃശ്യനിധി നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ദൈവത്തെ എന്തോ മിസ്യൂസ് ചെയ്യുന്ന ഒരു ആളായിട്ട് നിങ്ങളെ ബ്രാൻഡഡ് ആവും. അത് അപകട മേഖലയിലേക്കാണ് പോണത്. ദൈവത്തെ ഇങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ ബ്രാൻഡഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അന്വേഷണങ്ങൾ, ഞാനെപ്പോഴും ഈ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഞാൻ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നിയോഗങ്ങൾക്ക് അപ്പുറത്ത് നിയോഗം തരുന്ന നിയന്താവിനെ മനുഷ്യർ കണ്ടെത്തി ക്രിസ്തുവിലെ ആഴപ്പെടണമെന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ഉടമ്പടി പുതുക്കി പോകുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി മനുഷ്യർ നിങ്ങളൊക്കെ ഒരേ സമയത്ത് ഉടമ്പടി എടുത്തവരും ചില ആൾക്കാരൊക്കെ വല്ലാതെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചില ആൾക്കാർക്ക് ഒരു വളർച്ചയുമില്ല. അവരാ പഴയ ഇപ്പോൾ IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ B2 ഒക്കെ പറഞ്ഞിങ്ങനെ ആ താഴ്വാരങ്ങളിലിങ്ങനെ ഒരേ നക്കാപ്പിച്ച കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണമെന്നല്ലാതെ ദേ ഡോണ്ട് വാണ്ട് ദി ഗോഡ്. ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിജയം കിട്ടി, ഒരു വസ്തുവൊക്കെ വിറ്റ് കടമൊക്കെ മാറി എങ്ങനെയും കഞ്ഞി വെച്ച് പോയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തേക്ക് ഇങ്ങനെ പോയാൽ അധികം പോകാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയുമായിട്ട് ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുക. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? നമ്മുടെ വളർച്ചയുടെ ആധാരങ്ങളാണ്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ്, ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ആധാരമാണ്. അപ്പം എന്താണ് ആധാരം? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഒരു വ്യക്തിക്ക് എന്തുമാത്രം വളരാൻ കഴിയും ദൈവത്തിലെ? ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വളരാൻ കഴിയണത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന് ആനുപാതികമായിട്ടായിരിക്കും. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തോരം ഉണ്ട്. വാട്ട് ഈസ് ദ ലാസ്റ്റ് പ്രോമിസ്? ദ ലാസ്റ്റ് പ്രോമിസ് ഈസ് ക്രൈസ്റ്റ്. അവസാനത്തെ വാഗ്ദാനം എന്താ? ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വാഗ്ദാനം ക്രിസ്തുവാണ്. ഈ പുണ്യമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് ബെൻസൺ. ഞാൻ തൊടുപുഴയിൽ അരിക്കുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 വർഷമായി UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 17 ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് ആദ്യമായി കൃപാസനത്തെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് അമ്മ മാതാവ് തന്ന വളരെയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് OET പാസ്സാവാനും നഴ്സിംഗ് പാസ്സാവാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും സാധിച്ചത്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ UK എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും
എല്ലാം കൂടി ആയപ്പോൾ ഞാൻ മാതാവിനെയും ഈശോയും കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഞാൻ കൂടുതലായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ, സ്ഥലങ്ങൾ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആത്മീയമായി ഞാൻ ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് പോലും ഞാൻ ചിലവഴിച്ചില്ലായിരുന്നു. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേ ബൈ ഡേ എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു സമാധാനവും ഇല്ല, സന്തോഷമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് എപ്പോഴും സങ്കടമാണ്. നമ്മൾ UK-യിലുള്ളവർക്കറിയാം, നമ്മുടെ പേരൻസും ഫാമിലിയും ആരും അവിടെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ യൂട്യൂബ് എടുത്തപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലൊരു സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് കുറേ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കരഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സോറി പറഞ്ഞു. കാരണം ഞാൻ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അമ്മയെ ഞാൻ മറന്നു, ഈശോയെ ഞാൻ മറന്നു പോയതിനെ ഓർത്ത് ഞാൻ സോറി പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാതിലിൽ വന്ന് ആരോ നോക്ക് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആൾ തോക്കൊക്കെ ഇട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു സിനഗോഗിൽ കുറച്ച് ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ മൊത്തം പ്രശ്നമായി. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞങ്ങളെ ആ 3 ദിവസത്തേന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് കയറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൽ ആ ഒരു ജാക്കറ്റ് മാത്രം ഇട്ട്, എൻ്റെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും മനസ്സിലായപ്പം മാതാവിന് അത്ര വലിയ ആ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കായിരുന്നു അറ്റാക്ക് വരുന്നത്. ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എന്നാണോ നാട്ടിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ആ 3 ദിവസവും മാതാവാണെങ്കിൽ അമ്മയുടെ നീലക്കച്ചിയിൽ എന്നെ പൊതിഞ്ഞ്, എനിക്ക് ഒരു പ്രശ്നവും എൻ്റെ കയ്യിൽ ബാങ്ക് കാർഡ് ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ എനിക്ക് കൗൺസിലിൻ്റെ അക്കോമഡേഷൻ കിട്ടി. പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ 1 മാസത്തിന് അവിടെ മൊത്തത്തിൽ സുരക്ഷിതമായി. അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാൻ ഇത്രയൊക്കെ മാതാവിനെ മറന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടും അമ്മ എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും നന്ദിയും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിനോർത്ത് സോറി പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഒന്നും ജോബ് അത്ര പാടായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജ്, നമ്മളിവിടെ പഠിക്കുന്ന രീതിയേ അല്ല അവിടുത്തെ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളടുത്ത് ചിലപ്പം ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മളിവിടെ ഒരു രീതി വളർന്നു വന്നിട്ട് അവിടെ ചെന്ന് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ. നമ്മൾ എത്ര ചെയ്താലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കുറ്റം, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ക്രെഡിറ്റ് എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് ചില സമയത്ത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ചില സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ബലം എന്ന് പറയും, കാരണം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വീട്ടുകാർക്ക് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും ധരിച്ചാണ് പോകുന്നത്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പോകുന്ന ദിവസങ്ങളിൽ എനിക്കൊരു കുഴപ്പവും, ഞാൻ ചെല്ലുന്ന ഓഫീസിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അപ്പം എന്നോട് ആൾക്കാരൊക്കെ പറയും, എലിസബത്തിന് ഇച്ചിരി മുമ്പ് വരെ ഷിഫ്റ്റ് ഭയങ്കര പാടായിരുന്നു, എലിസബത്ത് വന്നപ്പോൾ തൊട്ട് ഷിഫ്റ്റ് എളുപ്പമായല്ലോ. കാരണം മാതാവിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും എനിക്ക് ഒരു അപകടങ്ങളോ ഒന്നും വർക്കിൻ്റെ സ്ഥലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തുള്ള കൊളീഗ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മേനെ വിളിച്ച് കരയുമായിരുന്നു. നമുക്കവിടെ പിടിച്ച് നിന്നേ പറ്റൂ, കാരണം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാനൊരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഇട്ടു.
3 മാസമൊക്കെ നൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത് നൈറ്റ് ചെയ്യാൻ എനിക്ക് തലവേദന അങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം രാവിലെ മൊത്തം എനിക്ക് സമൂഹവും അല്ലെ ലോകമായിട്ടൊരു കണക്ഷനും ഇല്ല. ഞാൻ ഒരു ദിവസം പെട്ടെന്നൊരു ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂവിന് വരണത്. എൻ്റെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു CV വെച്ചിട്ട് അവരെന്നെ ഒരിക്കലും വിളിക്കില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ചുമ. ഞാൻ ഇച്ചിരി മാതാവിൻ്റെ ഉപ്പെടുത്ത് അമ്മ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് ഈ ജോലി എനിക്ക് തരണം. എനിക്ക് സ്ഥാനക്കയറ്റമല്ല, എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അത്രയേറെ മടുത്തു. എനിക്കിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും. ഞാൻ ഒപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായ ലേഡി. നമ്മുടെ അമ്മ മാതാവ് ചിരിക്കുന്നോണം ഭയങ്കര ചിരിച്ചിരിക്കുക. ഞാൻ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല പോയേ. ഞാൻ അവിടെ ചെന്നു. അവർ ചോദിച്ച എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ഫീല് വന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പൊതുവെ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഞാൻ എല്ലാ ആൻസറുകളും പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഭയങ്കര പൊട്ടത്തെറ്റായിരുന്നു. അവരെ എന്തായാലും ഒന്നും പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ചുമ തുടങ്ങി. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചില്ല. പക്ഷേ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ 2:30 അതായത് അവിടുത്തെ 9 മണിക്ക് അവരെന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു. അതും ബാൻഡ് 6 ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ടാണ്. എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം ഞാനൊരു മോഡറേറ്റ് സ്റ്റുഡൻ്റാണ്. അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല. എൻ്റെ കൂടെ വന്നവരിൽ ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള സ്ഥലത്തേക്കാണ്. എനിക്ക് ഒത്തിരി അമ്മ മാതാവിനോട് ഞാൻ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞായിരിക്കും ജനിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തറവാട് വീടാ ഉണ്ടായിരുന്നുള്ളൂ. അത് പപ്പയുടെ പപ്പ വഴി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ വീടാണ്. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കസിൻസിനും എല്ലാവർക്കും നല്ല വീടുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഒരു നല്ല ഭവനമില്ല. എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറയുന്ന, അമ്മ എനിക്കൊരു വീട് തരണം, എനിക്ക് പുതിയൊരു ഭവനം തരണം. ഞാൻ ആ സ്ഥലത്ത് നാട്ടിലായിരുന്നപ്പോൾ എന്നും ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. UK-ലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഞാൻ കുഞ്ഞൊരു വീടെന്ന് വരച്ചിട്ട് അവിടെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ഏപ്രിൽ-മെയിലൂടെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി. 9 മാസം കൊണ്ട് എനിക്ക് സ്വപ്നം കാണാവുന്നേക്കാൾ വലിയൊരു വീടാണ് അമ്മ മാതാവ് തന്നത്. 4 ബെഡ്റൂമാണ്. ഞാൻ അത്രയും വലിയ വീടൊന്നും ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇപ്പം ആ വഴിക്കോള് പോകുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് ഇത്ര മനോഹരമായൊരു വീടാ അവിടെ എങ്ങും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അർഹിക്കാത്തതിനേക്കാൾ അത്ര അനുഗ്രഹമാണ് അമ്മ മാതാവ് തന്നത്. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ച അമ്മ മാതാവ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുകയെടുത്ത് പാവപ്പെട്ട അമ്മമാർക്ക്, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം കേൾക്കും. പിന്നെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ സംസാരിക്കുന്നത് എന്നോടായിട്ടായിരിക്കും. എനിക്കതിനുള്ള ആൻസർ ആയിരിക്കും ജോസഫ് അച്ഛൻ പറയുന്നത്. നമുക്കത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പം പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിൽ അമ്മയാണെങ്കിലും എല്ലാം 3-ാം ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് അത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ആത്മീയമായി വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പം, ഞാൻ പണ്ട് അങ്ങനെ ആർക്കും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ പണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിസ്സാര കാര്യമായിക്കോട്ടെ, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളെ ഇപ്പം എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ പേരൻസില്ല നമ്മുടെ അടുത്ത്, നമ്മൾ കൂടുതലും ലൗകികമായ ചിന്തകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തെ വെറുക്കും. പക്ഷേ നമ്മളെപ്പോഴും
ആത്മീയമായി അമ്മ മാതാവിനോടും ഈശോയോടും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഉറപ്പായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയൊരു ഗിഫ്റ്റ് അവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ജപമാല ചൊല്ലും. ജപമാല പണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇപ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയോഗം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പുറത്താവുമ്പം എനിക്ക് 2 ആഴ്ചയിലും എനിക്ക് പറ്റുന്ന മാസത്തിലൊരിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി കുമ്പസാരിക്കാറുണ്ട്. ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരുണക്കൊന്ത. പിന്നെ ഏതൊരു വിഷമം വന്നു കഴിഞ്ഞാലും ആത്മവിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞു പിന്നെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന. ഇപ്പം എനിക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടിയില്ല, അപ്പം എനിക്കതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. താങ്ക് യു. ആദ്യം തന്നെ യേശുവിനോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിജിത്ത് ജോസഫ്. ഞാൻ കൊല്ലം ചവറ തെക്കുംപാം സെൻറ്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് അബ്രോഡ് പോകാൻ വേണ്ടിയാണ്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഇസ്രായേലിൽ പോകാനുള്ള ഒരു വിസ കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുവരുന്നത്. അന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ വീട്ടിൽ പോവുകയും ചെയ്യാറുള്ളൂ. ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. 2025 ജനുവരി 9 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ ഉടമ്പടിയുടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പൊതുവേ സാധാരണ രീതിയിൽ പോയതും. ഒന്നാമത്തെ കാര്യം, ഞാൻ ദേവാലയങ്ങളിൽ പോയെങ്കിലും അകത്തൊന്നും കയറാറില്ല, കുമ്പസാരിക്കാറൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ അതെല്ലാം നികത്തി കറക്റ്റായിട്ട് അതിനെല്ലാം പാലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടുന്ന് ഇരുന്ന പത്രമൊക്കെ എല്ലാം കറക്റ്റായിട്ട് ആദ്യമേ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ കുമ്പസാരത്തിലൂടെ അച്ഛൻ്റെ ഒരു ഇതുണ്ട്, മറ്റുള്ളവർ നോക്കണ്ട, നിൻ്റെ ഭക്തി നിൻ്റെ വിശ്വാസത്തിലൂടെ നീ മുന്നോട്ട് പോകാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ. അങ്ങനെ പത്രങ്ങളെല്ലാം കൊടുത്തു. സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ള ദാനശീലം ഉള്ളൂ, പാവങ്ങളൊക്കെ സഹായിക്കാറുള്ളൂ. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇസ്രായേലിൽ പോകാനുള്ള, ഡൽഹി വെച്ചായിരുന്നു. 57 പേരിൽ 3 പേരാണ് സെലക്ട് ആയത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് ഫെയിലായി. അപ്പം ഭയങ്കര വിഷമം തോന്നി. കാര്യം കൊല്ലത്തുനിന്ന് ഡൽഹി വരെ പോയിട്ട് പാസ്സായില്ലല്ലോ എന്ന് ഓർക്കുമ്പം മാതാവിനോട് കുറേ സങ്കടം പറഞ്ഞു. കാര്യം ഇത്രയും മെനക്കെട്ട് വന്നു, ഇത്രയും പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, എന്നിട്ട് വിസ വന്നില്ല. അങ്ങനെ നവംബർ 5 2025 നവംബർ 5 ആ ഇൻ്റർവ്യൂ. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ നവംബർ 9 തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴും വിഷമമാണ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് നവംബർ 13 ചൊവ്വാഴ്ച, ഞാൻ നോമ്പെടുക്കുന്ന ദിവസമാണ്. അപ്പം ഇതുവരെ മുടങ്ങിയിട്ടില്ല നോമ്പെടുക്കുന്നത്. അപ്പോൾ അന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിറ്റേ നവംബർ 25, അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നും ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ വന്നു എനിക്ക്. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ മുമ്പും 2025 ഇവിടുത്തെ ജപമാല റാലിക്ക് വന്നതാണ്. അതും എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ് വന്നത്. എന്നെക്കാട്ടിയും മുതിർന്നവരാണ് അവർ. അപ്പം അവരോട് നല്ല രീതിയിലാണ് ഞങ്ങൾ ജപമാല റാലി പങ്കെടുക്കുകയും അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഈ വർഷം 2025 തീരുന്നതിനെക്കാട്ടി മുമ്പെങ്കിലും 28, 30 അതിൻ്റെ അകത്ത് വെച്ചെങ്കിലും എനിക്ക് വിസ തരണം. ഞാൻ ഇത്രയും കഷ്ടപ്പെടുകയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ 2025 നവംബർ 25 എനിക്ക് ഓഫ് ലെറ്റർ വരികയും ഡിസംബർ 29 മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് വിസ വരികയും ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് ഉള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും വെച്ച് നോക്കിയതാണ്, അറിയില്ല കിട്ടുമില്ല എന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് തന്നു. അതും എന്നെക്കാട്ടി മുമ്പേ അറ്റൻഡ് ചെയ്ത്, ഞാൻ ഫെയിലായ ഇൻ്റർവ്യൂവിന് പോയവരെക്കാട്ടി മുമ്പേ എനിക്ക് വിസ തരികയും സബ്മിഷന് ഞാൻ ബോംബെ പോവുകയും അവരെക്കാട്ടി മുമ്പേയും മെഡിക്കലും സബ്മിഷനും ചെയ്തു തന്നു മാതാവ്. അത് വലിയ അനുഗ്രഹമാണ്. ടിക്കറ്റ് വന്നിട്ടില്ല.
ഞാൻ മാതാവിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിസ വരുമ്പം പിറ്റേ ദിവസം വരാമെന്നാണ്. ശാരീരിക ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്മിഷന് പോയപ്പം മെഡിക്കലുണ്ടായിരുന്നു. മെഡിക്കലിന് BP-യും ECG ഒക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റീമെഡിക്കൽ എന്തായാലും കാണും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് റീമെഡിക്കൽ അടിച്ചില്ല. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബൈ ഹിസ് ഗ്രേസ് നോട്ട് മൈ മെറിറ്റ് എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ഞാൻ എൻ്റെ മെഡിക്കലിന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഇവിടുന്ന് ബോംബെ പോയപ്പം എൻ്റെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കൂടുതലുള്ളവർ പറയും ഇവന് ഭയങ്കര പ്രാർത്ഥനയാണ് എന്ന് വിചാരിച്ചിരുന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ ഉൾപ്പെടെ 8 പേരാണ് പോയത്. അപ്പം ആ 8 പേരിൽ 4 പേരും ഉടമ്പടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ചാപ്പലുണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, കൃപാസന മാതാവിൻ്റെ. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അപ്പം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെയും ഞങ്ങൾ ഒരുമിച്ചൊക്കെയായിരുന്നു പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം എംബസിയിൽ പോയപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഈ കൃപാസനത്തിലെ കാശുരൂപ എന്നും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാനത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ചോദിച്ചു. അപ്പം മാതാവിനോട് അത്രേ പ്രാർത്ഥിച്ചോളൂ, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ, അത് എത്ര ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പോയപ്പം 16 പേരിൽ ഏറ്റവും ആദ്യത്തെ ഇൻ്റർവ്യൂ എൻ്റെ ആയിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എന്നോട് ഓൾറെഡി ആ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ നല്ല ചോദ്യം ചോദിക്കുന്ന ആളാണ്. പക്ഷെ എന്നോട് മാത്രം ക്യാഷ്വലായിട്ട് എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെക്കാട്ടിയും അന്നത്തെ ദിവസം തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഭയങ്കര സന്തോഷം തോന്നി. എന്നാലും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയില്ല. കാര്യം ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടി എന്നതിലും പിന്നെ ഇവിടെ വന്ന് ഇത് സാക്ഷ്യം പറയണമെന്ന് മാധവനോട് മുമ്പേ പറഞ്ഞതാണ്. കാര്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും മാധവനോട് പറയുമായിരുന്നു, ഞാൻ രണ്ടാമത്തെ ഒരു ഉടമ്പടിയിലൂടെ മാറ്റങ്ങൾ വന്നെങ്കിലും ഞാൻ മാധവനോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും ഞാൻ പ്രാർത്ഥന ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാതാവിനെ എടുക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ തന്നെ കിട്ടണം എന്ന് ഞാൻ പറയുകയും അവിടെ വെളിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പം സൂക്ഷ്മം പോലെ എനിക്ക് മാതാവിനെ ഞറക്കി വീഴുകയും മാതാവിനെ എടുക്കുകയും ചെയ്തു. അപ്പം മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ എനിക്ക് നല്ല മാറ്റങ്ങൾ വരികയും ഞാൻ നല്ല രീതിയിലാണ്. പിന്നെ പ്രാർത്ഥന നിർത്താൻ പറ്റാതിരിക്കുകയും എന്നുവെച്ചാൽ പ്രാർത്ഥന ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥന പഠിച്ചേ പറ്റൂ. ജപമാല പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കാറില്ലായിരുന്നു പൊതുവേ. പള്ളിയിലൊന്നും അങ്ങനെ പോയാലും അകത്തൊന്നും കയറില്ല, ഫ്രണ്ട്സായിട്ട് വെളി നിൽക്കാറേ ഉള്ളൂ. ആദ്യമേയൊക്കെ ഈ ഉടമ്പടി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നിർത്താമെന്നവരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇവിടം വരെ വരാൻ പറ്റുകയും ഇവിടെ വന്നെങ്കിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോട് നന്ദി പറയുകയാണ്. ഇതുവരെ എനിക്ക് ഇസ്രായേലിൽ പോകാനുള്ള വിസ തന്നതിന് അമ്മയോട് വീണ്ടും നന്ദി പറയുകയും യേശുവിനോട് നന്ദി പറയുകയും ചെയ്യുന്നു.